कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। എന്താണ് പറഞ്ഞത്? രാജവംശാൻ ശതഗുണാൻ സ്ഥാപയിഷ്യതി രാഘവഃ ചാതുർവർണ്ണ്യം ച ലോകേസ്മിൻ സ്വേ സ്വേ ധർമ്മേ നിയോക്ഷ്യതി. ചാതുർവർണ്ണ്യത്തെ ലോകത്തിൽ അതിൻ്റെ ശരിയായ ധർമ്മത്തിൽ ഇത് സ്ഥാപിക്കും എന്നാണ് പറഞ്ഞത്. ഈ രാമന്റെ ചരിതം സ്ഥാപിച്ചു കൊള്ളും എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇതെന്തോ വീണ്ടും കുറെ തടസ്സങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. പക്ഷേ അത് എന്തൊക്കെയോ ഇവിടെ 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 എന്തൊക്കെയോ തടസ്സങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. എന്താണെന്നറിയില്ല. കേൾക്കാനുണ്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് എന്തോ ചില തടസ്സങ്ങൾ ഇതിനെന്ത് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയില്ല. അത് വരികയും പോവുകയും ശരി. അപ്പൊ ഇതില് എന്താണ്? ഇത് ഓരോരുത്തരെയും അവനവന്റെ ധർമ്മത്തിൽ സ്ഥാപിക്കും. അതിനുള്ള നിർദ്ദേശങ്ങളാണ് ആര് നൽകുന്നത്? രാമന്റെ ചരിതം കാണിക്കുന്നത് അതാണ്. അപ്പൊ അതുകൊണ്ട് ദശവർഷസഹസ്രാണി ദശവർഷ ശതാനിച്ച രാമോ രാജ്യം ഉപാസിത്വ ബ്രഹ്മലോകം പ്രയാസിരി. രാമൻ എത്ര കാലമാണ് ഇവിടെ ഉണ്ടാവുക എന്ന് പറയുന്നു. ദശവർഷസഹസ്രാണി, വർഷസഹസ്രം വർഷങ്ങളുടെ 1000, ദശ 10, 10,000 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അതൊരു വലിയ കാലഘട്ടത്തിലേക്ക് ഇവിടെ ഉണ്ടാകും എന്നാണ് രാമന്റെ ഈ ധർമ്മം. രാമൻ ഇങ്ങനെ ദശവർഷ സഹസ്രാണി 10,000 വർഷങ്ങൾ, അതായത് 10,000 വർഷം. പിന്നെയോ ദശവർഷ ശതാനിച്ച, ദശവർഷത്തിന്റെ ശതം. ദശവർഷം, ദശ 10 വർഷം, അതിന്റെ ശതം. അപ്പൊ എത്രയായി? 10 വർഷത്തിന്റെ ശതം 1000. അപ്പൊ എത്ര വർഷമായി? 11,000 വർഷം. ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമായ ഒരു കാലഘട്ടത്തേക്ക് രാമോ രാജ്യമുപാസിത്വ, രാമൻ രാജ്യത്തെ ഉപാസിച്ചുകൊണ്ട് തൻ്റെ ആ രാജകൃത്യം അതിനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ അത്രയും നിഷ്ഠയോടെ അനുഷ്ഠിക്കുക, അതിനെ ആരാധിക്കുകയാണ്. വാസ്തവത്തിൽ ആരാധിക്കുമ്പോൾ എന്ത് കാണിക്കില്ല? അതിനോടൊരു വൈമുഖ്യമോ അനാദരവോ കാണിക്കില്ല. അപ്പൊ ആ വിധത്തിൽ രാമൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു 11,000 വർഷം ഇവിടെ രാജ്യ ഉപാസനം ചെയ്ത് ജീവിച്ചുകൊണ്ട് ബ്രഹ്മലോകം പ്രയാസിരി, രാമൻ ബ്രഹ്മലോകത്തിലേക്ക് പോകും, വിജ്ഞനായിത്തീരും, ജ്ഞാനം സിദ്ധിക്കും, ജ്ഞാനത്തിലൂടെ എന്ത് ചെയ്യും? ബ്രഹ്മലോകത്തെ പ്രാപിക്കും, മുക്തനായിത്തീരും എന്ന് തന്നെ അതിന്റെ താത്പര്യാർത്ഥം. ഇനി ഇതം പവിത്രം പാപഘ്നം പുണ്യം വേദൈശ്ച സംഹിതം യഹ് പഠേത് രാമചരിതം സർവപാപൈഹി പ്രമുച്യതേ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് എന്നാണെങ്കിൽ, ഇതം പവിത്രം പാപഘ്നം, പവിത്രം എന്ന് പറഞ്ഞാൽ പവിത്രീകരിക്കുന്നത്, പാപഘ്നം പാപത്തെ ഹനിക്കുന്നതാണ് പാപഘ്നം. പവിത്രം പാപഘ്നം പവിത്രീകരിക്കുന്നതും, അതായത് പുണ്യം, അല്ലെ? പുണ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുനാദി, പവിത്രീകരിക്കാൻ തന്നെ അർത്ഥം. പിന്നെ പാപഘ്നവും ആയിട്ടുള്ള പുണ്യമായ ഈ ചരിതം വേദയിശ്ച സംഹിതം, വേദങ്ങളോട് ചേർന്നതാണ്. സംഹിതം എന്നുള്ള സദൃശം എന്നാണ് ശരിക്കർത്ഥം. കാന്താ സംഹിതം എന്ന് പറഞ്ഞാൽ കാന്തയ്ക്ക് സദൃശമായ, കാന്താ സംഹിതതയാ ഉപദേശയുജേ. കാവ്യങ്ങൾ എപ്പോഴും കാന്താ സംഹിതമായിട്ടുള്ള ഉപദേശങ്ങളോട് കൂടിയതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാന്ത ഉപദേശിക്കുന്നത് പോലെയുള്ള ഉപദേശമാണ് കാവ്യത്തിൽ. വേദത്തിന്റെ പ്രത്യേകത എന്താണ്? വേദം ഒരു പ്രഭു ഉപദേശിക്കുന്ന പോലെയാണ്, പറയുന്ന പോലെയാണ്, മാറ്റമില്ലാതെ അനുസരിച്ചു കൊള്ളണം എന്നുള്ളതാണ് വേദത്തിന്റെ നിലപാട്. ഇതിഹാസ പുരാണാദികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ പോലെയാണ് നമ്മളെ ഉപദേശിക്കുക. കാവ്യം അങ്ങനെയല്ല. കാവ്യം കാന്താ സംഹിതം എന്ന് പറഞ്ഞാൽ, കാന്താ സംഹിതതയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാന്തയുടെ ഉപദേശത്തിന് സദൃശമായ വിധത്തിലാണ്. കാന്ത പ്രിയ പത്നി എങ്ങനെയാണ് ഉപദേശിക്കുക? ആദ്യം തന്നെ അവളുടെ സ്നേഹനിഷ്യന്തിനിയായ പരിചര്യകൾ കൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക?
കാര്യങ്ങൾ ഓരോന്ന് പറയുക. എന്തിനാണ് നമുക്ക് അങ്ങനെ അല്ലെ, ചില കാര്യങ്ങളൊക്കെ പറയും, ഭർത്താവ് ചിലപ്പോൾ യോജിക്കാത്ത കാര്യങ്ങളുണ്ടാവും, പക്ഷെ വളരെ സൗമ്യമായിട്ട് പറയും. ഇതല്ലേ നല്ല കാര്യങ്ങള്. താര ആരോട് പറഞ്ഞ പോലെ? ബാലിയോട് പറഞ്ഞ പോലെ. സുഗ്രീവനെ വിളിച്ച് നമുക്ക് ഇവിടെ അഭിഷേകം ചെയ്യല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ചില്ലേ? ആ വിധത്തിൽ മൃദുവായിട്ടാണ് എപ്പോഴും കാന്തയുടെ ഉപദേശം. ആ വിധത്തിലാണ് കാവ്യങ്ങളുടെയും ഉപദേശം എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഇത് വേദൈഹി സംഹിതം, വേദങ്ങൾക്ക് സാദൃശ്യമാണ് ഇവിടെ ശരിക്ക്. അതായത് എന്തിന്റെ കാര്യത്തിൽ? ധാർമ്മികതയുടെ കാര്യത്തിൽ. നമ്മളോട് അനുശാസിക്കുന്നിടത്തല്ല. അധാർമികത വേദത്തിൻ്റെതായ താത്പര്യങ്ങളെ ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ളതാണ് എന്നർത്ഥം. യ പഠേത് രാമചരിതം, ഈദൃശം രാമചരിതം യഹ പഠേത്. ഇങ്ങനെയുള്ള രാമചരിതത്തെ ആരാണോ പഠിക്കുന്നത്, വായിക്കുന്നത്, ചൊല്ലുന്നത്, സഹ സർവപാപൈഹി പ്രമുച്യതേ. സഹ അയാൾ സർവപാപൈഹി പ്രമുച്യതേ, എല്ലാ പാപങ്ങളിൽ നിന്നും പ്രമോചിതനായി തീരും, മോചിപ്പിക്കപ്പെടും എന്ന അർത്ഥം. ഇതം പവിത്രം പാപഘ്നം പുണ്യം വേദൈശ്ച സംഹിതം യഃ പഠേത് രാമചരിതം സർവപാപൈ പ്രമുച്യതേ. ഏതദാഖ്യാനമായുഷ്യം പഠൻ രാമായണം നരഃ സപുത്രപൗത്ര സഗണഃ പ്രീത്യ സ്വർഗേ മഹീയതേ. തന്നെയുമല്ല, ഏതത് ആഖ്യാനം ആയുഷ്യം, ഏതത് ആഖ്യാനം, ഈ ആഖ്യാനം, ഈ വർണ്ണനം. ആഖ്യാനം ചെയ്യാന്ന് പറഞ്ഞാൽ വർണ്ണിക്കുക, പറഞ്ഞു കേൾപ്പിക്കുക എന്നൊക്കെ അർത്ഥം. ചരിത്ര ആഖ്യായിക എന്നൊക്കെ പറയാറില്ലേ? ചരിത്രത്തെ ആഖ്യാനം ചെയ്യുന്ന നോവലുകൾ എന്നാണ് ചരിത്രാഖ്യായികം എന്ന് പറയും. ഇത് ആഖ്യാനം, ഈ ആഖ്യാനം രാമന്റെ ചരിതത്തെ ആഖ്യാനം ചെയ്യുക, അറിയിക്കുക, പറയുക. ഈ പറയുന്ന ഈ കാവ്യം ആയുഷ്യമാണ്. ആയുഷ്യം, ആയുഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുഷ്കരം, ആയുസ്സിനെ പ്രദാനം ചെയ്യുന്നതാണ്. പിന്നെ അങ്ങനെയുള്ള ഈ ആഖ്യാനത്തെ പഠൻ, പഠിക്കുന്നവനായ നരൻ. ഏതത് ആയുഷ്യം രാമായണം ആഖ്യാനം, ആയുഷ്യമായിട്ടുള്ള, ആയുഃ പ്രദായകമായിട്ടുള്ള ഈ രാമായണ ആഖ്യാനം പഠൻ നരഹ. പഠൻ എന്ന് പറഞ്ഞാൽ അതിനെ പഠിക്കുക, പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ചൊല്ലുക, ഇതിനെ വായിക്കുക. ഇതിനെ ചൊല്ലുന്നവനായ മനുഷ്യൻ സപുത്ര പൗത്ര സഗണഃ, സപുത്രപൗത്ര, പുത്രപൗത്രന്മാരോടുകൂടി, പുത്രന്മാരും പൗത്രന്മാരും. പൗത്രന്മാരാരാണ്? മക്കളുടെ മക്കള്. സപുത്രപൗത്ര പൗത്ര സഗണഃ, ഗണങ്ങളോടൊപ്പം, പുത്രപൗത്രാദി ഗണങ്ങളോടൊപ്പം, പ്രേത്യ, പ്രേത്യ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പ്രേതനായിട്ട്, പ്രേത. പ്രേതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃഷ്ടമായ രീതിയിൽ ഇതനായവൻ. ഇതഹ, ഇതഹ എന്ന് പറഞ്ഞാൽ പോയവൻ എന്നർത്ഥം നമ്മൾ മുമ്പേ പറയേണ്ടതായിട്ടുണ്ട് അല്ലെ? പരേതഹ, പരത്തിലേക്ക് ഇതനായവൻ, പരത്തിലേക്ക് പോയവൻ. ഏത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിട്ട്. അതിന്റെ ലബന്ധം അവ്യയം എന്ന് പറയും. പോയിട്ട് എന്നർത്ഥം. പരത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? പ്രേത്യ സഗണ പ്രേത്യ സ്വർഗേ മഹീയതേ, സ്വർഗത്തിൽ അവൻ മഹീയതേ, മഹീയതേ മഹത്വമുള്ളവനായിട്ട് തീരും. അവിടെ സ്വർലോകപ്രാപ്തി അവനുണ്ടാകും. അവിടെ അവൻ ആദൃതനായി വർത്തിക്കും എന്നാണ്. ഏതദാഖ്യാനമായുഷ്യം പഠൻ രാമായണം നരഃ സപുത്രപൗത്ര സഗണഃ പ്രീത്യ സ്വർഗേ മഹീയതേ. പഠൻ ദ്വിജോ. ഇനി ഇതിന്റെ പ്രയോജനം പറയാണ്. ഇവിടെ വലിയൊരു പ്രത്യേകമായ ദർശനമുണ്ട്. നമ്മുടെ സംസ്കാരത്തെ പ്രതി തന്നെ പലരും പറയുന്ന വലിയ ഒരു ആക്ഷേപത്തിനുള്ള മറുപടി ഈ 100ാമത്തെ ശ്ലോകത്തിലുണ്ട്. വാൽമീകി രാമായണത്തിലെ 100ാമത്തെ ശ്ലോകം. അതായത് വാൽമീകി രാമായണം ബാലകാണ്ഡമാണ് ആദ്യത്തെ കാണ്ഡം. അതിൽ 1ാമത്തെ സർഗം, 1ാമത്തെ സർഗത്തിലെ 100ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? രാമായണത്തിന്റെ തന്നെ, വാൽമീകി രാമായണത്തിലെ തന്നെ 100ാമത്തെ ശ്ലോകമാണ്. എന്താണ് ഇവിടെ? പഠൻ ദ്വിജോ വാഗ്വൃഷഭത്വമീയാത് സ്യാക്ഷത്രിയോ ഭൂമിപതിത്വമീയാത് വണിജ്ജനഃ പണ്യഫലത്വമീയാത് ജനശ്ച ശൂദ്രോപി മഹത്വമീയാത്. എല്ലാവരുടെയും ഉത്കർഷമാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ആരെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. നമ്മുടെ സംസ്കാരത്തെ പറ്റി എപ്പോഴും കേൾക്കുന്ന ഒരു ആക്ഷേപമാണ്
ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജയെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ആരോ എവിടെയോ എഴുതി ചേർത്ത ഒരു ശ്ലോകമാണത്. അല്ലാതെ സ്മൃതികളിൽ ഒരിക്കലും അങ്ങനെ ഒരു ശ്ലോകം ഇല്ല. പ്രക്ഷിപ്തങ്ങൾ, ഇന്റർപൊളേഷൻസ് എന്ന് പറയുന്നതാണ്. ചിലരൊക്കെ ആളുകൾ അങ്ങനെ എഴുതിണ്ടാക്കിയിട്ടുണ്ട്. ചില രാജാക്കന്മാരെ അവരുടെ ഭരണ സമയത്ത് അവരുടെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ വേണ്ടി നിർത്തുന്നത്. കാരണം എന്താന്ന് വെച്ചാല് അത് സ്മൃതികൾക്ക്, ശ്രുതികൾക്ക് എതിരാണ്. ശ്രുതികൾ എന്ന് പറഞ്ഞാൽ വേദങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, സ്മൃതിയിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ശ്രുതികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേദങ്ങളെ ആധാരമാക്കിയിട്ടാണ് സ്മൃതികൾ ഉണ്ടാകുന്നത്. അപ്പോ വേദത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ താത്പര്യത്തിനെതിരായിട്ട് ഒന്നും ഒരു സ്മൃതിയിലും ഉണ്ടാകാൻ പാടില്ല. അപ്പോ അത് എന്തുപോലെയാണ് എന്ന് വെച്ചാൽ, നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകുന്ന നിയമങ്ങൾ, അത് പാർലമെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നിയമസഭകളായിക്കോട്ടെ, വേറെ ഏത് അതോറിറ്റി ആയിക്കോട്ടെ, ഏത് നിയമനിർമ്മാണ അധികാരിയും ഉണ്ടാക്കുന്ന നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാകാൻ പാടില്ല. ഭരണഘടനയ്ക്ക് എതിരായാൽ എന്താ ഉണ്ടാവുക? ഭരണഘടനയുടെ കസ്റ്റോഡിയൻ സുപ്രീം കോർട്ട്. ആ സുപ്രീം കോർട്ട് എന്ത് ചെയ്യും? ഭരണഘടനയ്ക്കെതിരായ ഒരു നിയമം ഉണ്ടായാൽ അതിനാൽ തന്നെ അതിനെ നിർവീര്യമാക്കാൻ, നള്ളിഫൈ ചെയ്യും സുപ്രീം കോർട്ട്. അതുപോലെയാണ് ശ്രുതികൾക്ക് എതിരായി ഒരു വ്യവസ്ഥ സ്മൃതിയിൽ ഉണ്ടെങ്കിൽ അതിനാൽ തന്നെ അത് നിർവീര്യമാക്കപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ നോക്കുക, പലയിടത്തും നമ്മൾ നോക്കാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ അഗ്നിസാക്ഷിയൊക്കെ വായിക്കുന്ന ആളുകൾ പറയാറുണ്ട്, അതില് സ്വന്തം അച്ഛനെ തൊടാൻ നിവൃത്തിയില്ലാത്ത ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ പേര് രാധ. ആ കുട്ടി നായരായതുകൊണ്ട് ബ്രാഹ്മണനായ അച്ഛനെ തൊടാൻ ആ കുട്ടിക്ക് അവകാശമില്ലാതെ അവിടെ വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല നിയമം എന്താണ്? നേരെ മറിച്ചാണ്. കാരണം വേദത്തിൽ പറയുന്നത് സന പിതേവ സൂനവേ അഗ്നേ സു ഉപായനോ ഭവ സചസ്വചന സ്വസ്തയേ. നമ്മളത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞിരിക്കാൻ നമുക്ക് നേരമില്ല. വളരെ നേരം കൊണ്ടേ ഇതൊക്കെ തീരുള്ളൂ. അപ്പോ കാരണം ഞാൻ ഈ പല എല്ലാ ദിവസവും ഇങ്ങനെ ക്ലാസ്സുകൾ ഓരോ സ്ഥലത്ത് എടുക്കുന്നതുകൊണ്ട് എവിടെ അത് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോ ഇത് പറഞ്ഞിട്ടില്ലാന്ന് വെച്ചാൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നൊന്നും പറയാൻ ഒരു മടിയും വിചാരിക്കണ്ട. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാൻ പറ്റും. അതിന് പറയുന്നത്, വേദത്തിൽ പറയുകയാണ്. അതാണ് വേദത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ടത്. സന പിതേവ സൂനവേ അഗ്നേ സൂപായനോ ഭവ സചസ്വാചന സ്വസ്തയേ. അല്ലയോ അഗ്നേ, പിതാവ് മക്കൾക്ക് പിതാവ് എന്നതുപോലെ അങ്ങ് ഞങ്ങൾക്ക് ഉപായനായിരിക്കൂ. സു ഉപ അയനഹ. സു നന്നായി, ഉപ സമീപത്തേക്ക്, അയനമുള്ളവൻ, അയനം മാർഗം. മക്കൾക്ക് പിതാവിന്റെ അടുത്തേക്ക് അയനം, സു ഉപ അയനം. ഏത് സമയത്തും ചെന്നെത്താൻ എന്തുണ്ടാവണം? വഴിയുണ്ടാകണം. പിതാവ് ആരുമായിക്കൊള്ളട്ടെ, പിതാവ് രാഷ്ട്രപതി ആയിക്കൊള്ളട്ടെ, മക്കൾക്ക് എന്ത് ചെയ്യാം? മക്കൾക്ക് ഏത് സമയം ഒരു സുരക്ഷയും നോക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ വഴി ഉണ്ടാവണം എന്നാണ് വേദം പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പിതാവ് ബ്രാഹ്മണനാണ് എന്ന് വിചാരിച്ചിട്ട് ശൂദ്രനായിട്ടുള്ള കുട്ടിക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ അവകാശം ഉണ്ടാവാതിരിക്കാൻ പാടുണ്ടോ? ഇല്ല. വേദത്തിൽ ഇത് പറയുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ചുവട് പിടിച്ചാണ് ശൂദ്രാം ശയനമാരോപ്യ ബ്രാഹ്മണോ യാത്യതോ ഗതിം ജനയിത്വാ സുതം തസ്യാം ബ്രാഹ്മണ്യാദേവഹീയതേ. ശൂദ്രസ്ത്രീയിൽ ഒരു ബ്രാഹ്മണന് മക്കളുണ്ടാകുന്ന പക്ഷം അദ്ദേഹം ബ്രാഹ്മണ്യത്തിൽ നിന്ന് തന്നെ ഭ്രഷ്ടനായി. ആ കുട്ടിക്ക് അദ്ദേഹത്തെ എപ്പോഴും സമീപിക്കാവുന്ന ഒരു സ്ഥിതി, അതിന് വ്യത്യസ്തമായിട്ട് ഒരു വർണ്ണം ആ പിതാവിനില്ല എന്നാണ് സ്മൃതികളിലെ നിയമം. അപ്പൊ അതാണ് സ്മൃതി എപ്പോഴും ശ്രുതേരിവാർത്ഥം സ്മൃതിരന്വഗച്ഛ എന്ന് കാളിദാസൻ പറഞ്ഞു. ശ്രുതേഹേ അർത്ഥം സ്മൃതിഹി ഇവ. രഘുവംശത്തിൽ പറയുന്നതാണ്. നന്ദിനിയുടെ മാർഗത്തെ സുദക്ഷിണ അനുഗമിച്ചു. ഏതുപോലെ അനുഗമിച്ചു എന്നാണ്. ശ്രുതിയുടെ അർത്ഥത്തെ സ്മൃതികൾ അനുസരിക്കുന്നത് പോലെ. കാളിദാസനെ പോലെയുള്ള വിശ്വമഹാകവി അഥവാ കവികുല ഗുരു പറയുമ്പോൾ അതിന്റെ അർത്ഥം ശരിയായിട്ട് ഉൾക്കൊള്ളാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശ്രുതിയുടെ അർത്ഥത്തെ സ്മൃതികൾ അനുസരിക്കുന്നത് പോലെ കാളിദാസൻ പോലും പറഞ്ഞിരിക്കുന്നത്. കാളിദാസൻ പറഞ്ഞാൽ അത് ശ്രുതി പോലെ തന്നെ പ്രമാണമാണ്. അത്രയ്ക്കാണ് കാളിദാസന്റെ ദർശനം.
അപ്പൊ അതുകൊണ്ട് എന്നിട്ട് ഇവിടെ പറയുന്നു, അപ്പൊ എന്തല്ല ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജേത്, അങ്ങനെയല്ല. കാരണം വേദം പറയുന്നത് എന്താണ്? എല്ലാവരും കൂടി സനേമി ചക്രം അജരം വിവാവൃത ഉത്താനായാം ദശയുക്താവഹന്തി സൂര്യസ്യ ചക്ഷൂരജസൈത്യാവൃതം തസ്മിന്നർപ്പിതാ ഭുവനാനി വിശ്വ. 12 ചക്രങ്ങളുള്ള ഒരു രഥമാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചം ഇങ്ങനെ 12 ചക്രങ്ങൾ, 12 എന്താണ് മാസങ്ങളാകുന്ന ചക്രങ്ങളോടുകൂടിയ ഒരു രഥത്തിന്റെ ഗമനമാണ് ഈ പ്രപഞ്ചത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്. തസ്മിൻ, അതിൽ 10 കൂട്ടരാണ് ഒന്നിച്ച് യാത്ര ചെയ്യുന്നത്, ഒരേപോലെ യാത്ര ചെയ്യുന്നത് 10 കൂട്ടരാണ്. വേദം പറയുന്നതാണേ, ഞാൻ പറയുന്നതല്ല. അപ്പൊ സനേമി ചക്രം, ഒരേപോലെയുള്ള നേമികളോട് കൂടിയ ചക്രമാണ് അതിന്, ഒരു മാറ്റവുമില്ല. അജരം, ഒരിക്കലും അത് ജീർണമായി തീരുന്നില്ല, എത്ര കറങ്ങിയാലും ക്ഷയിച്ചു പോകാത്ത ചക്രങ്ങളാണ് അതിൻ്റെത്. അത് വിവാവൃത, എപ്പോഴും ഇങ്ങനെ ആവർത്തനം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ആരാണ്? ദശയുക്താവഹന്തി, അതിന്റെ തട്ടിൽ, തേർത്തട്ടിൽ 10 കൂട്ടർ ഒന്നിച്ച് അവരുടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. 10 കൂട്ടർ, 4 ദിക്പാലകന്മാര്, ഇന്ദ്രൻ, യമൻ, വരുണൻ, സോമൻ, അതായത് കുബേരൻ, 4 കൂട്ടര്. പിന്നെ അഗ്നി 5. ബാക്കിയുള്ളവർ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ചണ്ഡാലൻ, എല്ലാവരും ദശയുക്താവഹന്തി. ഇവർ എല്ലാവരും, ഈ 10 കൂട്ടരുമാണ് ഈ രഥത്തിലിരുന്ന് അവരുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ രഥത്തിന്റെ സാതത്യഗമനം, സതതം എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. തസ്മിൻ അർപ്പിത ഭുവനാനി വിശ്വ, ഈ വിശ്വങ്ങൾ, ഈ ഭുവനങ്ങൾ മുഴുവനും ഈ രഥത്തിന്റെ ഗമനത്തിനാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഇപ്രകാരമുള്ള സർവ്വ ജീവജാലങ്ങളും ഒന്നിച്ചുള്ള ഈ ഗമനത്തിലാണ് പോകുന്നത്. അതിൽ സൂര്യസ്യ ചക്ഷുരജസൈത്യാവൃതം, ഇവർക്കെല്ലാം വേണ്ട ഊർജം നൽകിക്കൊണ്ട് ചക്ഷുസിന്റെ സ്ഥാനത്ത് സൂര്യൻ വർത്തിക്കുന്നു. അങ്ങനെയാണ് വേദം പറയുന്നത്. അപ്പൊ ഒരാൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ദൂരത പരിവർജയേത് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവനെ പിടിച്ച് മാറ്റി നിർത്തണം, അയാളോട് പറഞ്ഞു കൊടുക്കണം, ഇതല്ല പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്നുള്ളത്. ഇതാ ഇവിടെ പറയുന്നു, പഠൻ ദ്വിജോ വാഗ്വൃഷഭത്വമീയാ. പഠൻ, ഇതിനെ പഠിച്ചുകൊണ്ട്, ദ്വിജഹ ബ്രാഹ്മണൻ, വാഗ്വൃഷഭത്വമീയാ, വാഗ്വൃഷഭനായി തീരണം. വാക്കുകളെ വൃഷഭമാകുക. വൃഷഭം വർഷണം കൊണ്ട് ഭാസിക്കുന്നവനാണ് വൃഷഭം. വർഷിക്കുക, വർഷിക്കുന്നത് കൊണ്ട് ശോഭിക്കുന്നതായിരിക്കണം. അപ്പോ ബ്രാഹ്മണൻ ആരായിത്തീരണം? വാക്കുകളെ വർഷിക്കുവാൻ ശക്തനായിത്തീരണം ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ ആരാണ്? ബ്രാഹ്മണൻ ആളുകളെ പഠിപ്പിക്കുന്നവനാണ്, എല്ലാ വർണ്ണങ്ങളെയും പഠിപ്പിക്കുന്നവനാണ്, ധാർമ്മികതയെ പഠിപ്പിക്കുന്നവനാണ്. അതിന് പറ്റാത്തവൻ ബ്രാഹ്മണനല്ല. അയാളെന്ത് ചെയ്യണം? അയാൾ മറ്റു വർണ്ണങ്ങളിലേക്ക് പോകണം എന്നാണ് വ്യവസ്ഥ. അത് പറ്റില്ല. ദ്രോണാചാര്യരെ പോലെ എന്താണ്, ബ്രാഹ്മണനായി ജനിച്ചു, ദ്രോണാചാര്യരെ പോലെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്ഷത്രിയ വൃത്തി ചെയ്ത് ജീവിക്കാം, ഒരു വിരോധവുമില്ല. ദ്രോണാചാര്യ ക്ഷത്രിയ വൃത്തിയാണ് ചെയ്ത് ജീവിച്ചത്. അല്ലെങ്കിൽ ചാരുദത്തനെ പോലെ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ വൈശ്യനെ പോലെ കൃഷിയും കച്ചവടം ചെയ്ത് വൈശ്യനെ പോലെ ജീവിക്കാം. ഇതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല. അതുമല്ലെങ്കിൽ അജാമളനെ പോലെ എന്തായിത്തീരാം? എല്ലാം ഉപേക്ഷിച്ച് ശൂദ്രവൃത്തിയായിട്ട് ജീവിക്കാം. ഇതിലൊന്നും ഒരു വിരോധവും ഇല്ല, അല്ലെ? അജാമളൻ അങ്ങനെ ജീവിച്ചിട്ടും എന്തുണ്ടായി തീർന്നു? അജാമളൻ അവസാനം മുക്തനായി തീർന്നു, മുക്തി നേടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് വർണ്ണത്തിൽ ജീവിച്ചാലും മുക്തി നേടാം. പക്ഷെ ബ്രാഹ്മണൻ ആരായിരിക്കണം? ബ്രാഹ്മണോ അസ്യ മുഖം ആസീത്, ബ്രാഹ്മണൻ അയാൾക്ക് മുഖമായി തീർന്നു. എല്ലാവരും എങ്ങനെയാ ജനിക്കുന്നത്? സർവേ ശൂദ്രാഹ ജായന്തി, എല്ലാവരും ശൂദ്രരായി ജനിക്കുന്നു. പിന്നെ എന്താണ്? കഴിവനുസരിച്ചിട്ടാണ്. ഗുണകർമ്മ വിഭാഗശഃ, ഓരോരുത്തരും നല്ല വാക്സാമർത്ഥ്യമുള്ളവൻ. വാക്സാമർത്ഥ്യം കൊണ്ട് മാത്രമായില്ല, സത്യം പറയുന്നവൻ, സത്യമേ പറയൂ. അങ്ങനെയുള്ളവൻ ആരാണ്? അസ്യ മുഖം ആസീത്, ആ വിരാട് പുരുഷന് മുഖമായി തീർന്നു എന്നാണ്. മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ജനിച്ചു എന്നല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരൊക്കെ നടക്കുന്നത് കുറെ ആൾക്കാർ. ബ്രാഹ്മണ അസ്യ മുഖം ആസീത്, ബ്രാഹ്മണൻ അവന് മുഖമായി തീർന്നു. ഈ കേൾക്കുന്നവരിൽ സംസ്കൃതം പഠിച്ചവരുണ്ടാകും എന്നെനിക്കറിയാം. സംസ്കൃതം പഠിച്ചവരുണ്ട് ഈ കേൾക്കുന്നവർ. അപ്പൊ അതുകൊണ്ട് അവിടെ ഞാൻ വെറുതെ തോന്നിയതൊന്നും പറയില്ല. ബ്രാഹ്മണ അസ്യ മുഖം ആസീത്, ബ്രാഹ്മണ മുഖാത് ജാതഹ എന്നല്ല പറഞ്ഞത്. ബ്രാഹ്മണൻ അവന് മുഖമായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താണ്?
നന്നായി ബ്രഹ്മണം ചെയ്യുവാൻ, ബൃഹത്തായി പറയുവാൻ കെൽപ്പുള്ളവൻ. മേധാസൂക്തത്തിൽ പറയുന്നത് പോലെ എന്താണ്? ബൃഹദ്വദേമ വിദധേ സുവീരാഹ. ഞങ്ങൾ സദസ്സുകളിൽ ദുർഗ്രഹമായ വിധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സദസ്സുകളിൽ ബൃഹത്തായി വലുതായി പറയുവാൻ ശക്തരായി തീരട്ടെ എന്ന് മേധാദേവിയോട് പ്രാർത്ഥിക്കുന്നത് പോലെ എന്തായിരിക്കണം? ബ്രഹ്മണം ചെയ്യാൻ കഴിവൻ അസ്യ മുഖം ആസീത് എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതില് സംസ്കൃതം പഠിച്ചവരിതില് ഉണ്ടാകും. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ സംസ്കൃതം പഠിച്ചവരുണ്ടോ എന്നുള്ളത്. അപ്പോ ബ്രാഹ്മണൻ അസ്യ അവന് മുഖം ആസീത്, മുഖം ആയി തീർന്നു. മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ജനിച്ചു എന്ന് ഇതിനെങ്ങനെയാണ് പറയുക എന്ന് ഇതിൽ സംസ്കൃതം പഠിച്ചവരുണ്ടെങ്കിൽ പറയണം. ബാഹു രാജന്യ കൃതഃ ചെയ്യപ്പെട്ടു എന്നാണ് അർത്ഥം. രാജന്യൻ എന്ന് പറഞ്ഞാണ് രാജാവ്. അത് ക്ഷാത്രവീര്യമുള്ളവൻ, ക്ഷത്രിയനെ പോലെ ബാഹുബലമുള്ളവൻ. എന്താണ്? ബാഹു കൃതഃ ചെയ്യപ്പെട്ടു എന്നാണ്. ബാഹുവാക്കപ്പെട്ടു എന്നാണ്, അല്ലാതെ കയ്യിൽ നിന്ന് ക്ഷത്രിയൻ ജനിച്ചു എന്നല്ല. എല്ലാവരും ജനിക്കുന്നത് ഒരേപോലെയാണ് അല്ലേ? മനുഷ്യരായാലും അങ്ങനെയല്ലേ? എല്ലാ ജീവികളും അങ്ങനെയല്ലേ? ഒരു ജീവി, ഒരമ്മ വായിൽ നിന്ന് കുറെ ആൾക്കാരെ പ്രസവിക്കുക, കയ്യിൽ നിന്ന് കുറെ ഇങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ഒരേപോലെയാണ്. ഉദരത്തിൽ നിന്നാണ് എല്ലാവരും ജനിക്കുന്നത്. ഉദരം എന്ന് പറഞ്ഞാൽ കുട്ടിയല്ല, ഉദരം എന്ന് പറഞ്ഞാൽ യൂട്ടറസ് ആണ് ഉദരം. ഇംഗ്ലീഷിൽ എഴുതി നോക്കിയാൽ അറിയാം, UTERAS, ഉദരസ്. എസ് ആണ് വിസർഗാവുന്നത്, ഉദരഹ. അതാണ് യൂട്ടറസ് എന്നല്ലേ അതിനെ വായിക്കുക ഇങ്ങനെ എഴുതിയാൽ. അപ്പൊ അതാണ് ഉദരം എന്ന് പറയുന്നത്. ഉദരം എന്ന് പറയുന്നത് ഗർഭപാത്രം, യൂട്ടറസ് എന്ന് പറയുന്നതാണ് ഉദരം. ഉദരത്തിൽ നിന്ന് ആണ് എല്ലാവരും ജനിക്കുന്നത്. ആ ജനിച്ചവരിൽ വാക്സാമർത്ഥ്യമുള്ളവൻ, സത്യം പറയുന്ന ക്വാളിറ്റി ഉള്ളവൻ ബ്രാഹ്മണനായി തീർന്നു. അതിൽ ബാഹുബലമുള്ളവനെ ക്ഷത്രിയനാക്കി തീർത്തു. പിന്നെ എന്താണ്? ഊരു തദസ്യദ്വൈശ്യ. ഊരു എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റിയുടെ പ്രതീകമാണ്, ഉത്പാദനത്തിന്റെ പ്രതീകമാണ് ഊരു എന്ന് പറയുന്നത്. ഉത്പാദനക്ഷമതയുള്ളവൻ വൈശ്യനായി തീർന്നു. അവനെ വൈശ്യനാക്കി കൃഷി ചെയ്യുക, കച്ചവടം ചെയ്യുക ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ളതാണ് ദാസതി. ദാസൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അത് വിദഗ്ധ തൊഴിലാളി ചെയ്യേണ്ട കാര്യം വിദഗ്ധ തൊഴിലാളി ചെയ്ത് ബാക്കി കാര്യങ്ങളെ പൂർത്തീകരിക്കുക എന്നാണ് ദാസതി എന്നുള്ള വാക്കിന് അർത്ഥം. അതാരായി തീർന്നു? അത് എല്ലാവരെയും പോലെ അതിൽ തന്നെ നിന്നു. എല്ലാവരും സർവേ ശൂദ്രാഹ ജായന്ത്, എല്ലാവരും ശൂദ്രരായിട്ടാണ് ജനിക്കുന്നത്. എന്നിട്ട് കഴിവനുസരിച്ച് ഓരോരുത്തരെ പ്രൊമോട്ട് ചെയ്തു വന്നു. ബാക്കിയുള്ളവർ അങ്ങനെ തന്നെ തുടർന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് അതിൽ ശൂദ്രോ ബ്രാഹ്മണതാമേതി ബ്രാഹ്മണശ്ച ഏതി ശൂദ്രതാം. ശൂദ്രന് വീണ്ടും എന്ത് ചെയ്യാം? ബ്രാഹ്മണ്യം നേടാം. ബ്രാഹ്മണൻ ശൂദ്രനായി തീരുകയും ചെയ്യും. ഇതൊക്കെയാണ് നിയമം. അപ്പം എന്ത് ഗുണം വേണം ബ്രാഹ്മണന്? വർഷിക്കാനുള്ള ശക്തി വേണം. വാക്കുകളെ വർഷിക്കുക, ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ നിർത്താതെ. അത് എങ്ങനെ വേണം? ശതധാരമുത്സം അക്ഷീയമാണം വിപശ്ചിതം പിതരം വക്വാനാം മേലിമദന്തം പിത്രോരുപസ്ഥേ തം രോദസീ വിവൃതം സത്യവാചം. സത്യവാക്കായിരിക്കണം. എങ്ങനെയായിരിക്കണം? ശതധാരം, 100 കണക്കിന് ജലധാര യന്ത്രങ്ങളിലൂടെ ജലം വർഷിക്കുന്നത് പോലെ വർഷിക്കാൻ, വാക്കുകളെ വർഷിക്കാൻ കഴിവുള്ളവനാകണം. പിന്നെയോ ഉത്സം, ആ വർഷണം എങ്ങനെയായിരിക്കണം? അത് നിർത്താത്ത പ്രവാഹമായിരിക്കണം, വാക്കുകളുടെ നിലയ്ക്കാത്ത പ്രവാഹം. അക്ഷീയമാണം, ക്ഷയിക്കാത്ത പ്രവാഹം. നിർത്താതിരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അതിന് ശക്തി കുറയാനും പാടില്ല. അപ്പൊ 100 കണക്കിന് എന്താണ് കുഴലുകളിലൂടെ, ജലധാരകളിലൂടെ വെള്ളം പ്രവഹിക്കുന്നത് പോലെ ആളുകൾക്ക് വിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാൻ കഴിയുന്നവനാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ശതധാരമുത്സം അക്ഷീയമാണം വിപശ്ചിതം. അദ്ദേഹം വിപശ്ചിതായിരിക്കണം. വിദ്വാൻ വിപശ്ചിത്, പണ്ഡിതൻ എന്നർത്ഥം. പിതരം വക്വാനാം, പറയുന്നവർക്ക് പിതാവായിരിക്കണം അദ്ദേഹം. അയാൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, അങ്ങനെയൊന്നല്ല. പറയുന്നവർക്ക് പിതാവായിരിക്കണം. അത്ര ആധികാരികമായിരിക്കണം അദ്ദേഹത്തിന്റെ അധ്യാപനം. പിതരം വക്വാനാം, വക്താക്കൾക്ക് പിതാവായിരിക്കണം. മേളിമദന്തം പിത്രോരുപസ്ഥേ, പിന്നെ അദ്ദേഹം എങ്ങനെ ആയിരിക്കണം? അറിവ് കൊണ്ട് മാതാപിതാക്കൾ, എന്താണ് എല്ലാറ്റിനും മാതാപിതാക്കളായിട്ട് ദ്യാവാ പൃഥിവികൾ, ആകാശവും ഭൂമിയും, അവരോടൊപ്പം അവരുടെ മടിത്തട്ടിൽ വിഹരിക്കുന്നവനാകണം എന്നാണ്. അത്രയ്ക്ക് പ്രാഗൽഭ്യത്തോട് തം പിതൃതം സത്യവാചം, അങ്ങനെയുള്ള ആ ആചാര്യനെ, സത്യവാക്കായ ആചാര്യനെ
എന്താണ് ഈ ആകാശവും ഈ ഭൂമിയും എല്ലാം രക്ഷിക്കട്ടെ എന്ന്. അപ്പൊ ആചാര്യൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് പഠൻ ദ്വിജോ വാഗ്വൃഷഭത്വമീയാൻ. ഇത് പഠിച്ചുകൊണ്ട് ദ്വിജൻ വാക്കുകളെ വർഷിക്കുവാൻ ശക്തനായി തീരണം. അത്രയ്ക്ക് അദ്ദേഹത്തിന് പറയാനുള്ള എന്താണ് ധാർമ്മികത ഇതിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ്. ഇനി പിന്നെ മറ്റേ ആരാണ്? സ്യാദ് ക്ഷത്രിയോ ഭൂമിപതിത്വമീയാത്. ക്ഷത്രിയൻ എല്ലാവിധത്തിലും ഭൂമിക്ക് അധിപനായിരിക്കുവാൻ യോഗ്യനാകട്ടെ. രാമനെ പോലെ കടിച്ചു തൂങ്ങാനല്ല, ശരിക്ക് തന്നിലേക്ക് വന്നു ചേരുന്ന ഭൂമിയെ ധാർമ്മികമായിട്ട് ഭരിക്കുവാൻ അധികാരിയായി തീരട്ടെ. രാമൻ എന്താണ് ചെയ്തത്? വേണ്ടെന്ന് വെച്ചിട്ടും രാമനിൽ തന്നെ വന്നു ചേർന്നു. അപ്പോ സ്യാദ് ക്ഷത്രിയ ഭൂമിപതിത്വമീയാൻ വണിജ്ജന പണ്യഫലത്വമീയാൻ. വണിജ്ജനങ്ങൾ, വണിക്കെന്ന് പറഞ്ഞാൽ കച്ചവടക്കാരായിട്ടുള്ള, അതായത് വൈശ്യന്മാർ, അവർ വിപണനത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കട്ടെ. കച്ചവടം ശരിക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? അതിനെ വിൽക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് ബാർട്ടർ സമ്പ്രദായത്തെ മാറ്റാനാണ് എന്ത് വന്നത്? കച്ചവടം. ബാർട്ടർ സമ്പ്രദായത്തിന് അതിന്റെ പോരായ്മകളുണ്ട് അല്ലേ? നെല്ല് കൊണ്ടുപോയിട്ട് ഒരാൾക്ക് നെല്ല് വിറ്റിട്ട് തേങ്ങ വേണം, അപ്പൊ നെല്ല് കൊണ്ടുപോവാണ്. ഒരാൾക്ക് നെല്ല് വേണം, പക്ഷെ തേങ്ങ തരാനില്ല, അവിടെ കച്ചവടം നടക്കില്ല അല്ലേ? വേറെ ചെയ്ത് അതിന്റെ ഫലം അനുഭവിക്കുമാറാകട്ടെ, സമ്പത്തുണ്ടാകുമാറാകട്ടെ. ജനശ്ച ശൂദ്രോപി മഹത്വമീയാത്. ജനശ്ച ശൂദ്രഹ അഭി മഹത്വം ഈയാത്. ശൂദ്രന്മാരായ ജനങ്ങൾ പഠിച്ച് മഹത്വമുള്ളവരായിരിക്കട്ടെ. കണ്ടോ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് നമ്മുടെ സമുദായ പരിഷ്കർത്താക്കൾ പലരും പറഞ്ഞപ്പോൾ അവർക്ക് മുൻപ് വാൽമീകി ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതാണ്. നമുക്ക് കാണാൻ ബാധ്യതയില്ലേ? രാമായണത്തിലാണ് പറയുന്നത് ജനശ്ച ശൂദ്രോപി മഹത്വമീയാത്. ശൂദ്രന്മാരായിട്ടുള്ള ആളുകളും പഠിച്ച് മഹത്വമുള്ളവരായിരിക്കട്ടെ. അവരൊരിക്കലും തങ്ങൾ എന്താണ് ദാസരാണ് എന്ന് വിചാരിച്ച് ആ ദാസന്മാരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിഞ്ഞുകൂടരുത്. അവരെന്ത് ചെയ്യണം? അവർ കൂടുതൽ കൂടുതൽ ഉത്കർഷത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എങ്ങനെയാകണം എന്ന് വരെ സ്മൃതികളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? വെറും ഈ കൂലിപ്പണി ചെയ്യുന്നവർ, ദാസവൃത്തി ചെയ്യുന്നവർ, അവർ തന്നെ അതിൽ ആദ്യം എന്ത് ചെയ്യട്ടെ? അവർ തന്നെ അതിൽ പല പല ശില്പികളായിട്ട് ഉയരട്ടെ, ശില്പികളായിട്ട് വരാം അല്ലേ? എന്താണ് കൈക്കോട്ട് കളയ്ക്കുന്നവൻ, കൊയ്യാൻ പോകുന്നവൻ, അവന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വിദഗ്ധ തൊഴിലാളികളായിട്ട് മാറാം. പിന്നെ എന്ത് ചെയ്യാം? കച്ചവടത്തിലേക്ക് കടക്കാം. ബാഹുബലമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വൈശ്യനായി തീരാം. പിന്നെയോ സത്യം പറയുന്നവനും വേദങ്ങൾ പഠിക്കാൻ എന്താണ് ബൗദ്ധികമായ ശേഷിയുള്ളവനും ബ്രാഹ്മണ്യവും നേടാം, സത്യകാമനെ പോലെ. എവിടെ പറയുന്നു സത്യകാമന്റെ കഥ? എവിടെ പറയുന്നത്? ഛാന്തോഗ്യോപനിഷത്തിൽ പറയുന്ന സത്യകാമനെ പോലെ എന്തായിത്തീരാം? ബ്രാഹ്മണ്യവും നേടാം. അതാണ് ശൂദ്രോ ബ്രാഹ്മണതാമേതി ബ്രാഹ്മണശ്ച ഏതി ശൂദ്രത. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? ഇതിനെ നിന്ദിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ആളുകൾ. എന്തിനാണ് ആളുകളെ നിന്ദിച്ചുകൊണ്ട് നടക്കുന്നത്? ഇതിൽ നിന്ന് കുറെ ആളുകളെ അകത്തിയെടുത്ത്, ഈ ധർമ്മം പറയുന്നവരിൽ ആളുകളെ അകത്തിയെടുത്ത് സ്വന്തം പ്രസ്ഥാനങ്ങൾ വളർത്താൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇതിനെ മുഴുവൻ നിന്ദിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്, എല്ലാവരും മനസ്സിൽ വെച്ചേക്കണം. എന്താണ്? പഠൻ ദ്വിജോ വാഗ്വൃഷഭത്വമീയാൻ സ്യാക്ഷത്രിയോ ഭൂമിപതിത്വമീയാൻ വണിജ്ജന പണ്യഫലത്വമീയാൻ ജനശ്ച ശൂദ്രോപി മഹത്വമീയാൻ. അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള ആളുകൾക്ക് ഇത് മഹത്വത്തിന് കാരണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഒന്നാം സർഗം അവസാനിക്കാം. നമുക്ക് രണ്ടാം സർഗത്തിലേക്ക് കടക്കാം. കാരണം നമുക്ക് സമയം കളയാതെ പോയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ പ്രഥമ സർഗ. വാൽമീകിയമായ ശ്രീമദ് രാമായണത്തിൽ ആദികാണ്ഡത്തിലെ ഒന്നാം സർഗം, ബാലകാണ്ഡത്തിലെ ഒന്നാം സർഗം അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാം സർഗം ദ്വിതീയ സർഗ. എന്താണ് ഇതില്? രാമായണ കാവ്യസ്യ ഉപക്രമഃ തമസാതടേ ക്രൗഞ്ചവധാത് സന്തപ്തസ്യ വാൽമീകേഹി ശോകസ്യ ശ്ലോകരൂപതയ പ്രകടനം ബ്രഹ്മണസ്തം പ്രതി രാമചരിതമയ കാവ്യ നിർമ്മാണാർത്ഥം ആദേശ. എന്താണ്? രാമായണ കാവ്യത്തിന്റെ ഉപക്രമമാണ്. രാമായണ കാവ്യം തുടങ്ങാണ്. ഇതുവരെ കാവ്യത്തിൽ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞങ്ങ് പോയതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് അങ്ങോട്ട് കടന്നു പോയതേ ഉള്ളൂ. ഒരു ദിങ്മാത്ര പരാമർശം നടത്തിയതേ ഉള്ളൂ
ഒരു ദിങ്മാത്ര പരാമർശം, ഇന്നതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു വെച്ചു. ഇനി ഇതില് കാവ്യത്തിന്റെ ഉപക്രമമാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഒരു കാവ്യം ഉണ്ടാകുന്നത് എന്ന് വരെ ഇതിൽ പറയുന്നുണ്ട്. തമസാതടേ ക്രൗഞ്ചവധാത് സന്തപ്തസ്യ വാൽമീകിയെ. തമസാതടത്തിൽ ക്രൗഞ്ചവധം കണ്ട്, ക്രൗഞ്ചപക്ഷികളിൽ ഒരെണ്ണം നിഹനിക്കപ്പെട്ടു, ആൺപക്ഷി നിഹനിക്കപ്പെട്ടു. അതിന്റെ വധം കണ്ട് സന്തപ്തനായി തീർന്ന വാൽമീകിയെ ശോകസ്യ ശ്ലോകരൂപതയാ പ്രകടനം. വാൽമീകിയുടെ മനസ്സിലുണ്ടായ ശോകം, ദുഃഖം ശ്ലോകരൂപത്തിൽ പ്രകടിതമായി തീർന്നതും. ബ്രഹ്മണഃ തം പ്രതി രാമചരിത കാവ്യ നിർമ്മാണാർത്ഥം ആദേശ. ദുഃഖിതനായി തീർന്ന വാൽമീകിയോട് ബ്രഹ്മാവ് എന്ന് പറഞ്ഞു, അങ്ങ് ഇത് വെച്ച് ഒരു കാവ്യം രചിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? മനസ്സിനെ, കവിയുടെ മനസ്സിനെ മഥിക്കുന്ന ഒരനുഭവമാണ് ആ ഭാവം. അത് ദുഃഖമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഹർഷമായിക്കൊള്ളട്ടെ, അത്ഭുതമായിക്കൊള്ളട്ടെ, എന്തുമായാലും വേണ്ടില്ല, എന്തായാലും വിരോധമില്ല. ആ ഭാവം എന്താണ്? കവിയുടെ മനസ്സുമായി സംവാദത്തിലേർപ്പെട്ട്, ഹൃദയ സംവാദത്തിലേർപ്പെട്ട് അതെന്തായിത്തീരുന്നു? അത് ശ്ലോകരൂപേണ പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കാവ്യത്തിന്റെ ഉദ്ഭവം എങ്ങനെയാണെന്ന് ഇവിടെ ആദ്യമേ പറയുന്നുണ്ട്. നമുക്ക് ആ ശ്ലോകങ്ങളിലൂടെ പോകുമ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. എന്താണ് പറയുന്നത്? നാരദസ്യ തു തദ്വാക്യം ശ്രുത്വാ വാക്യ വിശാരദഃ പൂജയാമാസ ധർമാത്മാ സഹശിഷ്യോ മഹാമുനിം. നാരദസ്യ തു തദ്വാക്യം, നാരദന്റെ ആ വാക്യം ശ്രുത്വാ കേട്ടിട്ട്. ഏത് വാക്യമാണ് നാരദനിൽ നിന്ന് കേട്ടത്? ആദ്യം നാരദനെ കണ്ടപ്പോ വാൽമീകി ചോദിച്ചു, കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ. ഒരു മനുഷ്യന് വേണ്ട ഗുണഗണങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള മനുഷ്യർ ഇന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ആരാണ് ഇങ്ങനെയുള്ള മനുഷ്യനുള്ളത് എന്നാണ് ആര് ചോദിച്ചത്? വാൽമീകി മഹർഷി നാരദനോട് ചോദിച്ചത്. അതിന് നാരദൻ പറഞ്ഞ മറുപടി എന്താണ്? അങ്ങ് ബഹവോ ദുർലഭാശ്ചൈവ യേ ത്വയാ കീർത്തിതാ ഗുണഃ മുനേ മഹർഷേ അഹം ബുദ്ധ്വാ വക്ഷ്യാമി. ഞാൻ ആലോചിച്ചിട്ട് പറയാന്നാ പറഞ്ഞത്. അങ്ങ് പറഞ്ഞ ഗുണങ്ങൾ ഒരുപാടാണ്, അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്. എങ്കിലും മുനേ വക്ഷ്യാമ്യഹം ബുദ്ധ്വാ തൈർയുക്ത ശ്രൂയതാം നരഹ. ഞാൻ നന്നായി ആലോചിച്ചതിന് ശേഷം അങ്ങനെയുള്ള ഗുണങ്ങളുള്ള മനുഷ്യരുണ്ടോ എന്ന് പറയാം എന്ന് പറഞ്ഞു, അല്ലേ? എന്നിട്ട് വളരെ ആലോചിച്ചാണ് നാരദൻ പറഞ്ഞത്. എന്താണ്? ഇക്ഷ്വാകുവംശ പ്രഭവു രാമോ നാമ ജനൈ ശ്രുതഃ നിയതാത്മാ മഹാവീര്യോ ധൃതിമാൻ ധൃതിമാൻ വശീ. ഇക്ഷ്വാകുവംശ പ്രഭവനായ, ഇക്ഷ്വാകുവംശത്തിൽ രാമൻ എന്നു പേരായ ഒരു രാജർഷി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത കഥ, അതിന്റെ സംക്ഷേപമാണ് നമ്മൾ 1-ാം സർഗത്തിൽ കേട്ടത്. ഈ കഥകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട്, അപ്പോ ഒരു കവിക്ക് ഒരു കാവ്യം രചിക്കണമെങ്കിൽ ഒരു അനുഭവം ഉണ്ടാകണം. ഒന്നുകിൽ അത് തൻ്റെ ലോകാനുഭവത്തിൽ നിന്ന് നേരിട്ട് കാണുന്നതാകാം, അല്ലെങ്കിൽ അത് ഒരാളിൽ നിന്ന് കേട്ടതും ആകാം. അല്ലെങ്കിൽ എത്രയോ കൃതികൾ നമ്മൾ രാമായണത്തെയും മഹാഭാരതത്തെയും ആധാരമാക്കി ഉണ്ടാക്കിയത് നമ്മൾ കേൾക്കുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അത് ഒരാൾ പറഞ്ഞു തന്നാൽ ആ കഥയായാലും മതി, അല്ലെങ്കിൽ ലോകാനുഭവത്തിൽ നിന്ന് ഉണ്ടാകാം, അല്ലേ? ലോകാനുഭവത്തിൽ നിന്ന് ഉണ്ടാകാം, അല്ലേ? നമ്മുടെ ഇദ്ദേഹമൊക്കെ എഴുതിയതുപോലെ ആരാണ്? ചില കഥകൾ കാണുന്നില്ലേ? ഇപ്പൊ കുമാരനാശാൻ വീണപൂവ്, ഒരു പൂവ് വീണതാണ്, നമ്മൾ എത്രയോ കാണുന്നു. പക്ഷെ ആ പുഷ്പത്തിന്റെ പതനം അദ്ദേഹത്തിന്റെ മനസ്സിനെ ഹഠാത് ആകർഷിച്ചു, അല്ലേ? എന്തൊരു മനോഹരമായ പൂവായിരുന്നു, അതിതാ ഇപ്പോൾ വീണു, അല്ലേ? അപ്പൊ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ശ്രീഭൂവില സ്ഥിര അസംശയം ഇന്നു നിന്റെ ആ ഭൂതിയങ്ങ് പുനരങ്ങ് കിടപ്പിതോർത്താൽ. അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്ന് ആ ചിന്ത വന്നു. അപ്പൊ അതുമായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, പിന്നെ അതുമായി ഹൃദയ സംവാദം നടക്കുകയാണ്. ഈ ഒരു ആശയവുമായിട്ട് ലോകത്തിലെ ഏത് എന്താണ് പ്രൗഢിയും പ്രതാപവും അഴകും എന്തുമായിക്കൊള്ളട്ടെ, അതെന്താണ്? അതിനൊരു പതനമുണ്ട് എന്നുള്ള ആ തത്വം ഒരു വ്യക്തിയുടെ ജീവിതം പോലെ തന്നെ. അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അല്ലെ? വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ ഏറ്റ വൈരിക്ക് മുമ്പൊഴറിയോടിന ഭീരുവാട്ടെ
നേരെ വിടർന്ന് വിരസീടിന നിന്നെ നോക്കി ആരാകിലെന്ത് വിഴിയുള്ളവർ നിന്നിരിക്കാം. ഈ സമസ്ത ജനങ്ങളെയും നിന്നിലേക്ക് ആകർഷിച്ചു നിർത്തിയ ആ സൗന്ദര്യ പ്രകർഷം അതിന്നെവിടെയാണ് എന്നല്ലേ ചോദിച്ചത്. ഒരു ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നത് പോലെ തന്നെ അതിന്റെ മുകളിൽ നമ്മൾ പട്ടുപുതപ്പിക്കുകയും അതുപോലെ തന്നെ ബന്ധുജനങ്ങളുടെ കണ്ണുനീർ വീഴുകയും ചെയ്യുന്നത് പോലെ ആഹാരജിച്ചു ചെറുലൂതകളാശു നിന്റെ ദേഹത്തിനേകി ചരമാവരണം ദുകൂലം സ്നേഹാർദ്രയായി ഉടനുഷസ്സുമണിഞ്ഞു നിന്നേൽ വിഹാര ശീകര മനോഹര മന്ത്യഹാരം. അവിടെ എന്താണ്? സ്വന്തമായിട്ടൊരു പൂവിന്റെ വീഴ്ച, പതനം കണ്ടു. അതാണ് ലോകാനുഭവത്തിൽ നിന്ന് കിട്ടുകയാണ് ഒരു ഇതിവൃത്തം. ഏത് പ്രകർഷവും ഏത് പ്രൗഢിയും പ്രതാപവും ഇതുപോലെ എന്താണ് ഒരു നാൾ അത് കെട്ടടങ്ങും. ലൗകികമായ പ്രൗഢിയും പ്രതാപവും എന്നുള്ള തത്വം ആശാന്റെ മനസ്സിനെ ഹഠാത് ആകർഷിച്ചു. അതെന്തായി തീർന്നു? അതൊരു കാവ്യമായിട്ട് മാറി. അല്ലെങ്കിൽ വൈലോപ്പിള്ളിയും മറ്റൊക്കെ ചിലപ്പോൾ ഒരു ഒറ്റ ശ്ലോകമായിരിക്കാം ചിലപ്പോ ഒരു കൃതിക്ക് എന്തായി തീരുന്നത്? പ്രചോദനമായി തീരുന്നത് അല്ലേ? മാഘം എന്ന കാവ്യമുണ്ട്. ശിശുപാലവധത്തിലെ 10ാം സർഗത്തിലാണ് തോന്നുന്നു 50ാമത്തെ ശ്ലോകം. എന്താണ്? ഒരു ആനയെ കാട്ടിൽ കെട്ടിയിട്ടിരിക്കുക. കാട്ടിൽ കെട്ടിയിട്ടപ്പോ ആ ആന ഇങ്ങനെ ആ കാട്ടിൽ ആ ആന സ്വൈര്യമായി വിഹരിച്ച് നടന്ന ആ കാലത്തെ പറ്റി ഇങ്ങനെ ഓർക്കുകയാണ്. ആ ആനയെ അവിടെ കെട്ടിയിട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് തിന്നാൻ വേണ്ടി പാപ്പാമാരിതാ കരിമ്പിന്റെ തണ്ടിട്ട് കൊടുത്തിരിക്കുക. കാട്ടിലെ കെട്ടിയിട്ടുള്ളത്, എന്നാൽ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. കരിമ്പിൻ തണ്ടിട്ട് കൊടുക്കാണ്. ക്ഷിപ്രം പുരോന ജഗൃഹേ മുഹുരിക്ഷുദണ്ഡം. പാപ്പാന്മാർ വീണ്ടും വീണ്ടും ഇട്ടുകൊടുത്ത ആ കരിമ്പിൻ തണ്ടിനെ തിരിഞ്ഞു നോക്കിയതേയില്ല. കാടാണ്. കുറെ കഴിഞ്ഞപ്പോൾ ഒരു പിടിയാന അതിന്റെ അടുത്ത് വന്നു. ന അപേക്ഷതസ്മ കരണോ നികടോപഗതാം കരേണും എന്ന് പറഞ്ഞ പിടിയാനാണ്. അതിന്റെ സമീപത്ത് വന്ന ഒരു പിടിയാന. ആ പിടിയാനയെ അത് ശ്രദ്ധിച്ചതേയില്ല. ന അപേക്ഷതസ്മ നികടോപഗതാം കരേണും. പിന്നെ അതെന്താണ് ചെയ്ത്? സസ്മാരവാരണപതിർ വിനിമീലിതാക്ഷം ഇച്ഛാവിഹാര വനവാസ മഹോത്സവാനാം. ആ കാട്ടിൽ അത് സ്വന്തം ഇച്ഛയനുസരിച്ച് സ്വേച്ഛാവിഹാര വനവാസ മഹോത്സവാനാം. ആ കാട്ടിൽ അത് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് വിഹരിച്ച് നടന്ന ആ മഹോത്സവങ്ങളെ പറ്റി ആലോചിച്ചു. ഉത്സവമാണ് അവിടെ നടന്നത്. ഇതല്ലേ വൈലോപ്പിള്ളിയുടെ സഹ്യന്റെ മകൻ എന്ന് പറയുന്ന ആ കൃതി അല്ലേ? ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിച്ചപ്പോ അതങ്ങനെ നിന്നു. അതിന്റെ ചുറ്റും എന്താണ്? നല്ല വർണ്ണപ്രകർഷമുള്ള ഡ്രസ്സൊക്കെ അണിഞ്ഞ് കുട്ടികളൊക്കെ നടക്കുന്നു. അപ്പൊ എന്താണ് അതിന് തോന്നിയത്? എന്താണ്? അവിടെ കൊട്ടും വേളവും എല്ലാം കേട്ടപ്പോ അതിനെന്താണ് തോന്നിയത്? കാട്ടിൽ താൻ നടന്നിരുന്ന കാലത്ത് അതിന് ചുറ്റുപാടും ധാരാളം പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. പിന്നെന്താണ്? ആദിവാസികളൊക്കെ അവിടെ ഉത്സവം ആഘോഷിക്കുന്ന സമയത്ത് അവിടെ നൃത്തവും വാദ്യവും. അപ്പൊ അതിന്റെ ആ കൊട്ടൊക്കെ കേട്ടപ്പോ അതിന് അതായിട്ടാ തോന്നിയത്. അങ്ങനെ നിന്ന് താൻ കാട്ടിലാണെന്ന് തോന്നൽ ഉണ്ടായപ്പോഴാണ് എടുത്ത് ചാട്ടി അങ്ങ് ഓടിയത് ആന. ആന മതിച്ചു എന്ന് പറയുമ്പോഴും എന്തായാലും തോന്നില്ല. അത് അവരുടെ ഉത്സവത്തിന്റെ കോലാഹലമായിട്ട് ആനയ്ക്ക് തോന്നുന്നത്. ആളുകളുടെ ശരീരത്തിലൂടെ ചവിട്ടി നടക്കുമ്പോൾ കാട്ടുവള്ളികൾ ചവിട്ടി മെതിച്ചു പോകുന്നത് പോലെയാണ് ആനയ്ക്ക് തോന്നുന്നത്. അവസാനം ഒരു വെടിയുടെ മുമ്പിൽ അതിനെ വീഴേണ്ടതായിട്ട് വന്നു. ഇതാണ് സഹ്യന്റെ മകൻ എന്നുള്ള വൈലോപ്പിള്ളിയുടെ കവിത. പക്ഷേ അതിന് പ്രേരകമായി തീർന്നിരിക്കാവുന്നത് എന്താണ്? ഈ പറഞ്ഞൊരു ശ്ലോകമാണ് മാഘം. ശിശുപാലവധത്തിലെ ഒരു ശ്ലോകമാണ്. ക്ഷിപ്തം പുരോ ന ജഗൃഹേ മുഹുരിക്ഷുദണ്ഡം. അല്ലേ? തോന്നുന്നുണ്ടോ നിങ്ങൾക്കത്? അപ്രകാരം തോന്നുന്നുണ്ടോ ആ ശ്ലോകം കേൾക്കുമ്പോ? ആർക്കാ തോന്നുന്നല്ലേ? ക്ഷിപ്തം പുരോ ന ജഗൃഹേ മുഹുരിക്ഷുദണ്ഡം നാപേക്ഷതേ സ്മ വികടോപഗതാം കരേണു സസ്മാരവാരണപതിർ വിനിമീലിതാക്ഷം സ്വേച്ഛാവിഹാര വനവാസ മഹോത്സവാന. അപ്പൊ ഒരു കാവ്യത്തിന് പ്രേരണയായി ഒരു ഇതിവൃത്തം, ഒരു പ്ലോട്ട് കിട്ടുക എന്നുള്ളത് പലയിടത്തു നിന്നും കിട്ടാം. ഒരു വായനയിൽ നിന്ന് കിട്ടാം, ലോകാനുഭവത്തിൽ നിന്ന് കിട്ടാം. നാരദൻ പറഞ്ഞു കൊടുത്തതുപോലെ വാൽമീകിക്ക് പറഞ്ഞു കൊടുത്തതും ആകാം. പക്ഷെ പിന്നെന്താണ്? ഈ കേട്ടത് മാത്രം അതേപടി വിവരിക്കുകയല്ല. അത് പിന്നെന്താണ്? അത് കവിയുടെ ആ പ്രതിഭായുക്തമായിട്ടുള്ള കാരയിത്രി പ്രതിഭയോടുകൂടിയ ആ മനസ്സുമായി ഹൃദയവുമായി സംവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴെന്താണ്? അതിൽ
നൂതനമായ ആശയതലങ്ങൾ അതിന് വന്നു ചേരും. അപ്പൊ കവി അവിടെ ഒരു ഇതിവൃത്തം കിട്ടിയാൽ കവി എന്തായിത്തീരും? കവി അന്തർമുഖനായിത്തീരും. ആ സമയത്ത് കവി എത്ര പരിചയക്കാരൻ കണ്ടാലും കവി ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ഹൃദയം ഈ ഇതിവൃത്തവുമായി ഇങ്ങനെ സംവദിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കാവ്യം ഉണ്ടാകുന്നത്, ഒരു സാഹിത്യ സൃഷ്ടി ഉണ്ടാകുന്നത് ഒരു മുത്തുമണി രൂപപ്പെടുന്നത് പോലെയാണ്. മുത്തുച്ചിപ്പിയിൽ മുത്ത് രൂപപ്പെടുന്ന പോലെയാണ്. മുത്തുച്ചിപ്പിയിലെ എന്താണ്? ജലം നിപതിക്കുമ്പോൾ മുത്തുച്ചിപ്പി അടഞ്ഞ് സമുദ്രത്തിന്റെ അന്തർഭാഗത്തേക്ക് താഴ്ന്നു പോകും. അതുപോലെയാണ് കവിയുടെ മനസ്സിൽ ഒരു ഇതിവൃത്തം കിട്ടിക്കഴിയുമ്പോൾ കവിയുടെ മനസ്സും അതുമായി സംവാദത്തിൽ ഏർപ്പെടുന്നു. ആ സമയത്ത് എന്തില്ല, സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയതുപോലെ ബാഹ്യലോകവുമായിട്ടുള്ള ബന്ധമൊക്കെ വിട്ടുപോയി. അങ്ങനെയുള്ള സമയത്ത് കവി അതുമായിട്ട് മാത്രം മനസ്സിലാതെ ഉണ്ടാവുന്നു. അങ്ങനെ ആ മുത്തുച്ചിപ്പി അവിടെ കിടന്ന് എന്തായിത്തീരുന്നു? മുത്തായി രൂപാന്തരപ്പെടുന്നു എന്നാണ്. അതുപോലെയാണ് കവിയുടെ മനസ്സിൽ ഒരു കാവ്യം, ഈ കിട്ടിയ ഇതിവൃത്തം ഒരു കാവ്യമായി രൂപാന്തരപ്പെടുന്നത്. ആ വിധത്തിലാണ് അതിന്റെ എന്താണ് സൂചനകളാണ് ഇവിടെ കാണുന്നത്. അപ്പൊ വാൽമീകിയുടെ രാമായണം കാവ്യമാണെന്ന് മാത്രമല്ല, കാവ്യമുണ്ടാകുന്നതിന്റെ പ്രക്രിയയും ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നാരദസ്യ തദ്വാക്യം ശ്രുത്വാ വാക്യ വിശാരദഃ പൂജയാമാസ ധർമാത്മാ സശിഷ്യോ മഹാമുനിം. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം നാരദസ്യ തത് വാക്യം ശ്രുത്വാ, ആ വാക്യം കേട്ടിട്ട്, നാരദൻ പറഞ്ഞു കൊടുത്ത ആ ഗുണഗണങ്ങളെ കുറിച്ച് കേട്ടിട്ട്, വാക്യവിശാരദ, വാക്യവിശാരദനാണ് വാൽമീകി. വാക്യവിശാരദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്യങ്ങളുടെ തത്വം ശരിയായി അറിയുന്നവൻ എന്നർത്ഥം. വാക്യതത്വം ശരിയായി അറിയുന്നത് അതെവിടെയാണ്? അതും വേദത്തിൽ തന്നെയാണ് പറയുന്നത്. വാക്യം എങ്ങനെയായിരിക്കണം അതും വേദം. ഉദത്വ പശ്യന്നത് ദർശവാചം ഉദത്വ ശൃണ്വന്ന ശൃണോത്യേനാം ഉദോത്വസ്മൈ തന്നം വിസസ്രേ ജായേവ പത്യ ഉഷതീ സുവാസാഹ. ഈ രാമായണ കഥ ആർക്കും പറഞ്ഞു കൊടുത്താൽ, വേറെ ആർക്ക് പറഞ്ഞു കൊടുത്താലും ഇതുപോലെ കാവ്യമായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണ്? വാക്തത്വത്തെ മനസ്സിലാക്കാൻ കഴിവുള്ളവന് മാത്രമേ അതിന്റെ പ്രപഞ്ചനം, അതിന്റെ ആ ആവിഷ്കാരത്തെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ അഴകിനെ കാണാൻ പറ്റുന്നവനെ അത് ആവിഷ്കരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ അഴകിനെ കാണുക. എന്തുപോലെയാണ് പലരും നമ്മൾ എന്തെല്ലാം കണ്ടിട്ടുണ്ട്, എന്തെല്ലാം കാവ്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഏതെല്ലാം കൃതികൾ വായിച്ചിട്ടുണ്ട്, എത്ര പൂക്കളും കായ്കളും ഫലങ്ങളും വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിൽ നിന്ന് ഒരു കാവ്യം ഉണ്ടായില്ല. എന്താണ്? ഉദത്വ പശ്യൻ നദർശവാചം. പലരും വാക്കിനെ കണ്ടാലും കാണുന്നില്ല, അതിന്റെ അഴകിനെ കണ്ടെത്തുന്നില്ല. ഉദത്വ ശൃണ്വന്ന ശൃണോത്യേനാം. പലരും അതിനെ കേട്ടാലും കേൾക്കുന്നില്ല. ഉദോത്വസ്മൈ തന്വം വിസസ്രേ ജായേവ പത്യ ഉഷതേ സുവാസാഹ. എന്തുകൊണ്ടാണ് അവരത് കാണുകയും കേൾക്കുകയും ചെയ്തത്? അതിന്റെ അഴകിലേക്ക് വരാത്തവർ എന്തുകൊണ്ടാണ്? വാക്കിന്റെ ദേവത. തനിക്കഭിമതനായ പുരുഷന് മാത്രമേ തന്റെ അഴകിനെ വെളിപ്പെടുത്തുകയുള്ളൂ. സുവസനയായ നാരി, ശോഭനമായ വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീ, അവളുടെ അംഗസൗഷ്ഠവം, അവളുടെ അംഗലാവണ്യം തനിക്ക് അഭിമതനായ പുരുഷന് മാത്രമേ കാട്ടിക്കൊടുക്കുകയുള്ളൂ. അതുപോലെ വാഗ്ദേവത തനിക്ക് അഭിമതനായ പുരുഷന് മാത്രമേ, അതായത് നല്ല സഹൃദയത്വം ഉള്ളവരിൽ മാത്രമേ വാക്കിന്റെ അഴകിനെ പ്രകാശിപ്പിക്കുകയുള്ളൂ. എല്ലാവരും പലരും തന്നെ കാവ്യങ്ങൾ കേൾക്കും, ഇതെന്തോന്ന് കാവ്യം എന്ന് പലരും വിചാരിക്കും. അതിന്റെ അഴകിനെ കാണുന്നവനെ അതിനെ ആസ്വദിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയാ? സഹൃദയന്മാർ എന്ന് പറയുക. അപ്പൊ അങ്ങനെയുള്ള ആ സഹൃദയത്വം ഉള്ളവൻ രണ്ടു വിധത്തിലുണ്ട്. പ്രതിഭ, ഒന്ന് കാരയുത്രി പ്രതിഭ, ഒന്ന് ഭാവയുത്രി പ്രതിഭ. കാരയുത്രി പ്രതിഭയുള്ളവരാണ് അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഒരു കാവ്യമായി മാറ്റാൻ പറ്റുന്നത്. അപ്പൊ വാഗ്ദേവതയുടെ ഒരു അനുഗ്രഹം, സഹൃദയത്വം അവിടെ മാത്രമേ അത് കവിതയാകൂ എന്ന് ഋഗ്വേദം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇരിക്കട്ടെ. അപ്പോ നാരദസ്യ തദ്വാക്യം, ഇനിയും പല കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ ഒറ്റ ശ്ലോകം കൊണ്ട് ഈ കൊല്ലം നിർത്തേണ്ടി വരും. അപ്പൊ നാരദന്റെ ഈ വാക്ക് കേട്ടിട്ട് എന്ത് ചെയ്തു? ശ്രുത്വാ വാക്യവിശാരദ, വാക്യവിശാരദനായ മഹർഷി പൂജയാമാസ ധർമാത്മാ,
അതിനെ പൂജിച്ചു. ആത്മാവായ വാൽമീകി മഹാമുനിം സഹശിഷ്യ ശിഷ്യനോടുകൂടെ തം മഹാമുനിം വാൽമീകിം നാരദം പൂജയാമസ. തന്റെ ശിഷ്യനായ ഭരദ്വാജനോടൊപ്പം ആ മുനിയെ, തനിക്ക് ഈ രാമായണത്തിന്റെ മൂലം പറഞ്ഞു തന്ന ആ മുനിയെ വാൽമീകി മഹർഷി പൂജിച്ചു എന്നർത്ഥം. നാരദസ്യ തദ്വാക്യം ശ്രുത്വാ വാക്യവിശാരദഃ പൂജയാമാസ ധർമാത്മാ സഹശിഷ്യോ മഹാമുനിം യഥാവത് പൂജിതസ്തേന ദേവർഷിർനാരദസ്തദാ ആപൃച്ഛൈവ അഭ്യനുജ്ഞാത സജഗാമ വിഹായസം. പിന്നെ താമസമൊന്നും ഉണ്ടായില്ല. യഥാവത് പൂജിതസ്തേന, യഥാവത് വേണ്ടതുപോലെ ഉചിതമായ വിധത്തിൽ, പൂജിതസ്തേന തേന വാൽമീകിന സഹശിഷ്യേന വാൽമീകിന പൂജിത, ശിഷ്യസമേതനായ വാൽമീകിയാൽ പൂജിക്കപ്പെട്ടവനായ ദേവർഷിർ നാരദസ്തദാ, ദേവർഷിയായ നാരദൻ അപ്പോൾ എന്ത് ചെയ്തു? ആപൃച്ഛൈവ അഭ്യനുജ്ഞാത, പൃച്ഛനം ചെയ്തിട്ട്, പൃച്ഛനം ചെയ്യാന്ന് പറഞ്ഞാൽ അനുമതി ചോദിക്കുക, ഗമനാനുമതി. എന്നാ ഞാൻ പോയിക്കൊള്ളട്ടെ എന്ന് അനുമതി ചോദിച്ചു. പൃച്ഛ അഭ്യനുജ്ഞാത, ചോദിച്ചപ്പോ അനുജ്ഞ കിട്ടി. വാൽമീകിയോട് ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് സജഗാമ വിഹായസം, അദ്ദേഹം നാരദൻ വിഹായസിലേക്ക് പോയി. വിഹായസ് എന്താണ്? ആകാശം, അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹം ഉയർന്നു പോയി. എന്നിട്ട് എന്തുണ്ടായി? സമുഹൂർത്തം ഗതേ തസ്മിൻ ദേവലോകം മുനിസ്തദാ ജഗാമ തമസാ തീരം ജാഹ്നവ്യാസ്ത്വവിദൂരതഃ. എവിടെയാണ് ഇനി ആ പറഞ്ഞു കേട്ട ആ കാവ്യത്തിന്റെ ഇതിവൃത്തം? ആ ഇതിവൃത്തവുമായി ഹൃദയ സംവാദമാണ്. ആ ഹൃദയ സംവാദം നടക്കുമ്പോൾ എന്താണ്? അദ്ദേഹം അങ്ങനെ നടക്കുകയാണ്. ഒരു സ്വസ്ഥതയില്ല. പിന്നെ അങ്ങനെ നടക്കുകയാണ്. ചിലർ നടക്കാവാം, ചിലർ ഇരിക്കാകാം, പലതുമാകാം. എങ്ങനെയാണെങ്കിലും ഹൃദയ സംവാദമാണ് അവിടെ നടക്കുന്നത്. സമുഹൂർത്തം ഗതേ തസ്മിൻ ഗതേ സതി, സത്സപ്തമിയാണ്. വാൽമീകി ഋഷി പോയപ്പോൾ, നാരദ മഹർഷി പോയപ്പോൾ, എവിടേക്കാ പോയത് നാരദ മഹർഷി? ദേവലോകത്തിലേക്ക് നാരദ മഹർഷി പോയപ്പോ മുനിഹി തദാ, ആ മുനി മഹർഷി അപ്പോൾ മുഹൂർത്തം, കുറച്ചു നേരത്തേക്ക്, എന്താണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ, തമസാ തീരം ജഗാമ തമസാ തീരം ജാഹ്നവ്യാസ്ത്വവിദൂരതഃ. തമസാ തീരം അവിടെ നിന്ന് തമസാ നദിയുടെ തീരത്തിലേക്ക് അദ്ദേഹം അങ്ങനെ നടന്നു. എവിടുന്നാണ് നടക്കുന്നത്? ജാഹ്നവ്യാസ്ത്വവിദൂരതഃ, ജാഹ്നവി എന്താണ്? ജന്നു മഹർഷിയാൽ പാനം ചെയ്യപ്പെട്ട് പുറത്തേക്ക് വിടപ്പെട്ട നദിയാണ് ഗംഗാ നദി. ജാഹ്നവി നദിയുടെ ഗംഗാ നദിയിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത തമസാ നദിയിലേക്ക് വാൽമീകി മഹർഷി തന്റെ ശിഷ്യനോടൊപ്പം നടന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? സജഗാമ തമസാ തീരം ജാഹ്നവ്യാസ്ത്വവിദൂരതഃ, ജാഹ്നവിയുടെ തീരത്ത് നിന്ന് അധികം ദൂരത്തിലല്ലാത്ത തമസാ നദിയുടെ തീരത്തേക്ക് വാൽമീകി മഹർഷി നടന്നു. സമുഹൂർത്തം ഗതേ തസ്മിൻ ദേവലോകം മുനിസ്തദാ ജഗാമ തമസാ തീരം ജാഹ്നവ്യാസ്ത്വവിദൂരതഃ, ജാഹ്നവി നദിയിൽ നിന്ന് അധികം ദൂരത്തിലല്ലാത്ത തമസാ നദിയുടെ തീരത്തേക്ക് ശിഷ്യനോടൊപ്പം വാൽമീകി മഹർഷി നടന്നു. ആ നടപ്പ് എന്താണ്? അത് വെറും ദൂരം പിന്നിടാനുള്ള നടപ്പല്ല, അദ്ദേഹം ഹൃദയ സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള നടപ്പാണ് അവിടെ. സതു തീരം സമാസാദ്യ തമസായാ മുനിസ്തദാ ശിഷ്യമാഹ സ്ഥിതം പാർശ്വേ ദൃഷ്ട്വാ അകർദമം ശ്രദ്ധിച്ചോണം ഇനിയുള്ളത്. എന്താണ്? സതു തീരം സമാസാദ്യ, സഹതു അദ്ദേഹമാകട്ടെ, തീരം സമാസാദ്യ തമസായാഹ തീരം സമാസാദ്യ, തമസാ നദിയുടെ തീരത്തെ സമാസാദനം ചെയ്ത് പ്രാപിച്ചിട്ട്, എന്താണ്? മുനിസ്തദാ
തഥാ മുനിഹി, എപ്പോൾ അദ്ദേഹം തമസാ നദിയുടെ തീരത്തെത്തിയോ അപ്പോൾ ആ മുനി ശിഷ്യമാഹ സ്ഥിതം പാർശ്വേ, ശിഷ്യം ആഹ, സ്ഥിതം ശിഷ്യം ആഹ, എവിടെ സ്ഥിതനായ ശിഷ്യനാണ്? പാർശ്വേ, പാർശ്വത്തിൽ, തന്റെ പാർശ്വത്തിൽ തന്നെ, വശത്ത് തന്നെ നിൽക്കുന്ന ശിഷ്യനോട്, ശിഷ്യൻ ഭരദ്വാജന, ആ ഭരദ്വാജനോട് പറഞ്ഞു, ശിഷ്യമാഹ സ്ഥിതം പാർശ്വേ ദൃഷ്ട്വാ തീർത്ഥം അകർദമം, അകർദമം തീർത്ഥം ദൃഷ്ട്വ, അകർദമം കർദമമില്ലാത്ത, കർദമം എന്താണ്? ചളി, ചളിയൊന്നുമില്ലാത്ത ആ തീർത്ഥം കണ്ടു. നല്ല സ്വച്ഛമായിരിക്കുന്ന ആ തീർത്ഥം, മുകളിൽ നിന്ന് നോക്കിയാൽ ആ തീർത്ഥത്തിന്റെ അടിഭാഗം വരെ കാണാം. ഒട്ടും ആവിലമാകാത്ത ജലം, ആവിലം കലങ്ങിയത്, ആവിലമാകാത്ത ജലമാണ്. അതിന്റെ ചുവട്ടിലും കർദമമൊന്നുമില്ല. എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല മനുഷ്യരുടെ മനസ്സുപോലെ യാതൊരു കളങ്കവുമില്ലാത്ത ആ തീർത്ഥത്തെ കണ്ടുകൊണ്ട് ശിഷ്യനോട് പറഞ്ഞു. എന്താണ് ശിഷ്യനോട് പറഞ്ഞത്? ശിഷ്യമാഹ സ്ഥിതം പാർശ്വേ ദൃഷ്ട്വാ തീർത്ഥമകർദമം, ഒട്ടും കർദമില്ലാത്ത, ഒട്ടും ചെളിയില്ലാത്ത, ഒട്ടും കലങ്ങിയിട്ടില്ലാത്ത ആ തീർത്ഥത്തെ നോക്കിക്കൊണ്ട് സമീപത്ത് നിൽക്കുന്ന പാർശ്വസ്ഥനായ ശിഷ്യനോട് അദ്ദേഹം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അകർദമമിതം തീർത്ഥം ഭരദ്വാജ നിശാമയ രമണീയം പ്രസന്നാംബു സന്മനുഷ്യമനോ യഥാ. അകർദമം ഇതം തീർത്ഥം ഭരദ്വാജ, ഹേ ഭരദ്വാജ, ഇതം തീർത്ഥം അകർദമം, ഒട്ടും ചെളിയില്ലാത്തതാണല്ലോ ഈ തീർത്ഥം. അതിനെ നീ നിശമനം ചെയ്യൂ, നീ ഇതിനെ മനസ്സിലാക്കൂ, ഈ തീർത്ഥത്തെ നീ കണ്ട് മനസ്സിലാക്കൂ. ഒട്ടും തീർത്ഥമില്ലാത്ത നല്ല സ്വച്ഛമായ അമ്പസ്, സെറിൻ വാട്ടർ നിറഞ്ഞതായ ആ ജലം നീ കാണൂ. രമണീയം ഇതം, ഇത് വളരെ രമണീയമാണ്, മനോഹരമാണ്. പ്രസന്നാംബു, കാരണം എന്താണ്? പ്രസന്നമാണ് ഇതിന്റെ അമ്പ്, തെളിഞ്ഞ ജലമാണ്. എന്തുപോലെ? സന്മനുഷ്യ മനോയഥ, സന്മനുഷ്യ മനോയഥ, നല്ല മനുഷ്യരുടെ മനസ്സ് എപ്രകാരമാണോ അതുപോലെ തെളിഞ്ഞതാണ് ഈ തീർത്ഥം, ഇത് നീ കാണൂ എന്നാണ്. എന്നിട്ടോ അകർദമമിതം തീർത്ഥം ഭരദ്വാജ നിശാമയ രമണീയം പ്രസന്നാംബു സന്മനുഷ്യ മനോയഥ. അടുത്തത് ശ്രദ്ധിച്ചുകൊള്ളുക. എന്താണ് അടുത്തത്? വളരെ വലിയ ഒരു പ്രശ്നത്തിനുള്ള മറുപടി ഇവിടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വലിയ പ്രശ്നം, ഒരു ആക്ഷേപം, അതിനുള്ള മറുപടി ഇവിടെയുണ്ട്. ന്യസ്യതാം കലശസ്താത ദീയതാം വൽക്കലം മമ ഇതമേവാവഗാഹിഷ്യേ തമസാ തീർത്ഥമുത്തമം. എന്താണ് പറഞ്ഞത്? ന്യസ്യതാം കലശസ്താത, ന്യസ്യതാം കലശസ്താത, ന്യസിക്കുക. ന്യസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്കുക, അല്ലെ? ന്യസിക്കുക, വെക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. സന്യാസി, സന്യാസി എന്താണ്? സന്യാസി എല്ലാറ്റിനെയും ത്യജിച്ചവനാണ്, പരിത്യാഗമാണ് സന്യാസനം എന്ന് പറയുന്നത്. അപ്പോ ന്യസിക്കുക, എല്ലാറ്റിലെയും ജീവിതത്തിലെ സ്പൃഹകളെ എല്ലാം ത്യജിച്ചവനാണ് സന്യാസി. ന്യസ്യത, നീ അവിടെ വെക്കൂ, അല്ലെങ്കിൽ അവിടെ ഉപേക്ഷിച്ചോളൂ. എന്താ വെച്ചോളൂ? കലശസ്താത, അല്ലയോ താത. താത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രിയപ്പെട്ടവൻ എന്നാണ് അർത്ഥം. താത എന്ന് പറഞ്ഞാൽ പിതാവ് എന്ന അർത്ഥം എന്ന് ആരും വിചാരിക്കണ്ട, അല്ലെ? താത എന്താണ്? ഒരേപോലെ ബഹുമാനമുള്ളവനെയും അതുപോലെ പ്രിയപ്പെട്ടവനെയും വാത്സല്യമുള്ളവനെയും ഒക്കെ സംബോധന ചെയ്യുന്നൊരു വാക്കാണ് ഈ താത എന്നുള്ളത്. സാധാരണ നമ്മൾ പറയും താത എന്ന് അച്ഛനെ പറയും, അല്ലേ? താതാജ്ഞ അനുസരിച്ചുകൊണ്ട്, താതന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട്, അച്ഛന്റെ ആജ്ഞ, ദശരഥൻ മഹാരാജാവിന്റെ പിതാവിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് രാമൻ കാട്ടിൽ പോയി നമ്മൾ പറയാറുണ്ട്, താതൻ എന്ന് പറയാറുണ്ട്. സുമിത്ര ലക്ഷ്മണനെ വിളിക്കുന്നു താത, അല്ലേ? എന്താണ് സുമിത്ര ലക്ഷ്മണനോട് എപ്പോഴാണ് പറഞ്ഞത്? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടമീം വിദ്ധി ഗച്ഛ താത യഥാ സുഖം. താത, ലക്ഷ്മണ, സുഗ്രീവൻ അല്ല, സുമിത്ര ലക്ഷ്മണനെ താത എന്ന് വിളിക്കുന്നത് പിതാവ് എന്ന അർത്ഥത്തിലാണ്, അല്ല. എന്താണ്? വാത്സല്യത്തെ ദ്യോതിപ്പിക്കുന്നതാണ്. സുഗ്രീവനെ ബാലി വിളിക്കുന്നു താത, അനുജനെ വിളിക്കുന്നു. ഇപ്പൊ അമ്മ മകനെ വിളിക്കുന്നു നമ്മൾ കണ്ടു. ബാലി ആരെ വിളിച്ചു? സുഗ്രീവനെ വിളിച്ചു, അല്ലേ? യുഗപദ്വിഹിതം താത നമന്യേ സുഖമാവയോഹു. താത, സുഗ്രീവ, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് സുഖമായിരിക്കാൻ ഒരു വിധി കണ്ടില്ല, വിധി അനുവദിച്ചില്ല എന്നവിടെ പറയുന്നു. ശ്രീകൃഷ്ണൻ
അർജുനെ വിളിക്കുന്നു താത എന്ന് വിളിക്കുന്നുണ്ട്, ഇല്ലേ? എന്തൊക്കെ സൂചിപ്പിക്കുന്നത്? ഇപ്പൊ പിതാവിനെ വിളിക്കുക, വാത്സല്യവും അതുപോലെ തന്നെ ബഹുമാനവും ഒരുപോലെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് താതഹ എന്നുള്ളത്. മലയാളത്തിൽ നമ്മൾ പറയും അപ്പ എന്ന് പറയും, ഗുരുവായൂരപ്പ എന്ന് പറയും, അല്ലേ? കൊടുങ്ങല്ലൂർ അമ്മയാണ്. പിന്നെ തൃപ്രയാറപ്പ എന്ന് പറയും, അല്ലെ? കടപ്പാട്ടൂരപ്പൻ, ഏറ്റുമാനൂരപ്പൻ ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പൊ അപ്പ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിതാവ് എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ അപ്പ എന്ന് കുട്ടികളെയും പറയും. വേണ്ടപ്പ, വെറുതെ വികൃതി കാണിക്കണ്ട, അങ്ങനെയും പറയാറില്ലേ? അപ്പൊ ഈ താത എന്നുള്ള പദം മലയാളത്തിൽ നമ്മൾ അതുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇരിക്കട്ടെ. അപ്പോ ഇവിടെ വാൽമീകി സ്വന്തം ശിഷ്യനെ വിളിക്കുന്നു. ന്യസ്യതാം കലശസ്താത ദീയതാം വൽക്കലം മമ. നീ ആ കലശം അവിടെ വെക്കൂ. കലശം എന്താണ്? കമണ്ടലു. കമണ്ടലു അവിടെ വെക്കൂ, എന്റെ വൽക്കലം തരൂ. എന്തിനാണ് അത് പറയുന്നത്? ഇതമേവ അവഗാഹിഷ്യേ, ഞാൻ ഇതിൽ തന്നെ അവഗാഹനം ചെയ്യട്ടെ. നിർമ്മലമായ ജലം നിറഞ്ഞ, ആവിലമാകാത്ത ജലം നിറഞ്ഞ, കർദമമില്ലാത്ത ഈ തീർത്ഥത്തിൽ ഞാൻ അവഗാഹനം ചെയ്യട്ടെ, ഞാൻ മുങ്ങട്ടെ. എന്നിട്ട് എന്തിനാണ്? ഇതമേവ അവഗാഹിഷ്യേ തമസാ തീർത്ഥമുത്തമം. തമസാ നദിയിലെ ഈ ഉത്തമമായ തീർത്ഥത്തിൽ ഞാൻ അവഗാഹനം ചെയ്യട്ടെ. അപ്പോൾ വാൽമീകി എന്താണ് ചെയ്തത്? കുളിക്കാൻ പോകുന്ന സമയത്ത്, ഇപ്പൊ നടക്കാണ്, ഇനിയും നടക്കാൻ പോവാണ്, ആ സമയത്ത് എന്താണ് ചെയ്തത്? കലശം നീ അവിടെ വെക്കുക, കമണ്ടലു അവിടെ വെക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? വാൽമീകിയുടെ കയ്യിൽ ആ സമയത്ത് കമണ്ടലു ഇല്ല. ഈ പോകുന്ന പോക്കിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പോകുന്ന പോക്കിലാണ് കാട്ടാളനെ ശപിച്ചു എന്ന് നമ്മൾ പറയുന്നത്. ശപിച്ചാൽ എന്ത് ചെയ്യും? ശപിച്ചാൽ ജലമെടുത്ത് തെളിക്കും. ജലമെടുത്ത് തെളിക്കുമ്പോഴേ എന്താവുന്നുള്ളൂ? ശാപമാകുന്നുള്ളൂ. ജലമെടുത്ത് തെളിക്കാതെ അദ്ദേഹത്തിന് അതിലെന്തില്ല? കമണ്ടലു ഇല്ല. അതാണ് കാവ്യം. എങ്ങനെയാണ്? അർത്ഥങ്ങളെ സൂചിപ്പിക്കുകയാണ്, പ്രതീതിക്ക് വിഷയമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ എല്ലാം വാച്യമായി പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. എന്താണ്? യസ്യതാം കലശസ്താത ദീയതാം വൽക്കലം മമ ഇതമേവ അവഗാഹിഷ്യേ തമസാ തീർത്ഥമുത്തമം. ഈ ഉത്തമമായ തമസാ തീർത്ഥത്തിൽ ഞാൻ അവഗാഹനം ചെയ്യട്ടെ, മുങ്ങട്ടെ, ഞാനിതിൽ മുങ്ങട്ടെ, മുഴുകട്ടെ എന്ന് അർത്ഥം. ഏവ മുക്തോ ഭരദ്വാജോ വാൽമീകേന മഹാത്മനാ പ്രായച്ഛത മുനേസ്തസ്യ വൽക്കലം നിയതോ ഗുരോഹോ. ഏവ മുക്തോ എന്താണ്? ഏവ മുക്തോ ഭരദ്വാജ. ഇപ്രകാരം പറയപ്പെട്ടവനായ ഭരദ്വാജൻ. ആരാൽ പറയപ്പെട്ടവനായ ഭരദ്വാജനാണ്? വാൽമീകേന മഹാത്മന. മഹാത്മാവായ വാൽമീകനാൽ, വാൽമീകിയാൽ, മഹാത്മാവായ വാൽമീകിയാൽ ഇപ്രകാരം പറയപ്പെട്ടവനായ ഭരദ്വാജൻ എന്ത് ചെയ്തു? പ്രായച്ഛത മുനേസ്തസ്യ, മുനേഹേ തസ്യ പ്രഅയച്ഛത. ആ മുനിക്ക് പ്രയച്ഛത പ്രദാനം ചെയ്തു, നൽകി. എന്തിനു നൽകി? വൽക്കലം നിയതോ ഗുരോഹോ. നിയതനായ ആ ശിഷ്യൻ, ആ ശിഷ്യനും നിയതനാണ്, നല്ല വിധത്തിൽ യമനം ചെയ്തവനാണ് ആ ശിഷ്യനും. ആ ശിഷ്യൻ എന്ത് ചെയ്തു? ഗുരുവിനെ ആ വൽക്കലം എടുത്തു നൽകി എന്നർത്ഥം. ഏവ മുക്തോ ഭരദ്വാജോ വാൽമീകേന മഹാത്മന പ്രായച്ഛത മുനേസ്തസ്യ വൽക്കലം നിയതോ ഗുരോഹോ. നമ്മുടെ സമയം തീർന്നുകൊണ്ട് ഇവിടെ നിർത്താം. ഇവിടെ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ചോദിച്ചാൽ നമുക്ക് 1-2 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ചോദിക്കാറൊന്നുമില്ല, അതുകൊണ്ട് നമുക്കിവിടെ നിർത്താം. സാറേ, ആ 3-ാമത്തെ ശ്ലോകത്തില് വിദൂരത എന്നല്ലേ സാറേ? എന്താണ്? ജഗാമ തമസാതീരം ജാനവ്യാസ്തു വിദൂരത, അങ്ങനല്ലേ? ജാനവ്യാസ്തു അവിദൂരത. ജാനവ്യാസ്തു അവിദൂരത. ജാനവ്യാഹ തു അവിദൂരഹ. അതാണ് തു അവിദൂരത കേട്ടോ, ദൂരെ അല്ലാത്ത അതിലേക്ക് പോയത്. അപ്പൊ നമുക്ക് നിർത്താം. ഓം സ്വസ്തി പന്ഥാം അനുചരേമ സൂര്യ ചന്ദ്രമസൂരിവ പുനർദദത അഗ്നത ജാനത സംഗമേ മഹി. ഓം തത്സത്.
അസ്തു